എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും പത്രമാധ്യമങ്ങളിലൂടെ പുതിയ പുതിയ ലോക പീഡനങ്ങളുടെ കഥകളിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ പോലീസ് മൃഗീയതയുടെ അല്ലെങ്കിൽ കാട്ടാളത്തത്തിൻ്റെ കഥകളാണ് ഇങ്ങനെ നിരന്തരം മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴും ഈ ഇടതുമുന്നണിയുടെ ഭാരവാഹികളും ഉയർന്ന നേതാക്കന്മാരും ഒക്കെ വെറും പുച്ഛത്തോടെയാണ് ഇത് കണക്കാക്കുന്നത്. ഈ പാവപ്പെട്ടവൻ്റെ വേദന ഇവർക്കൊരു പ്രശ്നമേ അല്ല. എന്നാൽ CPM-ൻ്റെ ലോക്കൽ നേതാക്കൾക്കുമൊക്കെ ഈ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ വെറും പുകമറയാണ്, ഒരു ഗൂഢലക്ഷ്യത്തോടെ ആളുകൾ കുത്തിപ്പൊക്കുന്ന കേസുകളാണ് എന്നൊക്കെയാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പാർട്ടിയുടെ ഭരണമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ഇവർ എന്ത് പുകലും ഇവിടെ കേരളത്തിലുണ്ടാക്കിയാണ്. ഈ നമുക്കറിയാം, അടിയന്തരാവസ്ഥയിലെ രാജൻ്റെ കേസിൽ അത് അടിയന്തരാവസ്ഥയായിട്ടാണെന്നെങ്കിലും പറയാം. ഇവരെന്തെല്ലാം പ്രൊപ്പഗാൻഡയാണ് ഇവിടെ നടത്തിയത്. കരുണാകരനെതിരെ ആക്ഷേപശരങ്ങൾ കരുണാകരൻ നേരിട്ട് ഉരുട്ടിക്കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഒരു പ്രചരണം നടത്തിയത്. ഇപ്പം നമ്മുടെ ഒരു പയ്യൻ്റെ കേസ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡെയിലി മനോരമയിലൊക്കെ ഡെയിലി ഒരു 10-15 ലോകപീഡനങ്ങളുടെ കഥകളാണ് മുന്നോട്ട് വരുന്നത്. ഇവർക്ക് ആർക്കും ഒരു മനുഷ്യത്വം എന്നുള്ള ഒരു ചിന്തയേ ഇല്ല. ഇവർ പോലീസ് യൂണിഫോം അണിയുമ്പോഴേക്കും ഇവരങ്ങ് കാട്ടാളന്മാരായി പോവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഓരോ തവണയും ഇവരുടെ പാസിംഗ് ഔട്ട് പരേഡിലും ഇവർ പുതിയ പോലീസുകാരെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ചടങ്ങിലുമൊക്കെ ഇവർ നല്ല പിള്ളമാരായിട്ട് നടക്കണം, ലോകമർദ്ദനങ്ങൾ പാടില്ല, ആനയാണ് ചൈനയാണെന്നൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഉപദേശിക്കുന്നതിന് ഇവർ ഒന്നിനൊന്നിനും മോശമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പീഡന കഥകളാണ് ഓരോ ദിവസവും മുന്നോട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാർട്ടൂണാണ് വരയ്ക്കുന്നത്. നമുക്കറിയാം, പീഡനങ്ങളുടെ നമുക്ക് അൾട്ടിമേറ്റ് പീഡനങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ നരകമാണ്. അപ്പം ഈ നരകത്തിൽ പോലും ഇല്ലാത്ത ശിക്ഷാവിധികളാണ് നമ്മുടെ പോലീസ് നിയമന്മാർ നമ്മുടെ മുറികളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരകത്തിൻ്റെ അധിപനായ കാലനോട് നമ്മുടെ ചിത്രഗുപ്തൻ വന്ന് കേരളത്തിലെ ഒരു വിശേഷം പറയുകയാണ്. അതാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാലൻ എൻ്റെ ഒരു ഇഷ്ട കഥാപാത്രമാണ്. ഞാൻ മിക്കവാറും വരയ്ക്കുന്ന ഒരു ക്യാരക്ടർ കാലനാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കൂടെ ഈ വിഷയത്തിൻ്റെ കൂടെ കാലിനെ ബന്ധിപ്പിക്കുന്ന ഇത് മോശമായിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. കാലം പോലും മാറി നിൽക്കും ഇവരുടെ പീഡന കഥകൾ കേട്ട് കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഈ കാർട്ടൂണിലേക്ക് കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നരകത്തിലെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അതിനകത്ത് യമധർമ്മനോട് നമ്മുടെ ചിത്രഗുപ്തൻ വന്ന് പറയുകയാണ്, കേരളത്തിൽ പോലീസുകാർ ഉലക്കുകൊണ്ടും ചൂരലുകൊണ്ടും ഈർക്കൽ കൊണ്ടും നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ?
കാർട്ടൂൺ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഡയലോഗും കൂടെ ചേർക്കണം. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ കമ്പോസ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഡയലോഗ് വെച്ച് കൂടുതൽ ഡയലോഗുള്ള കാരണം അത് പേന വെച്ച് എഴുതിയാൽ ഹാൻഡ് റൈറ്റിങ് ചെയ്ത് അവിടെ നിൽക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്കത് കമ്പോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ചിത്രഗുപ്തൻ വന്ന് ഈ മറ്റേ ഈ യമധർമ്മനോട് ചോദിക്കുവാണ്, കേരളത്തിൽ പോലീസുകാർ ഉലക്കകൊണ്ടും ചൂരലുകൊണ്ടും ഈർക്കിൽ കൊണ്ടും നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്, നമുക്കും ഒന്ന് പരീക്ഷിക്കരുതോ എന്ന് ചോദിക്കുവാണ് ഈ ചിത്രഗുപ്തൻ. അത് കേട്ടിട്ട് ഈ പോലീസുകാരുടെ ആ നൂതന ശിക്ഷാമുറകൾ കേട്ടിട്ട് നമ്മുടെ ഈ യമധർമ്മൻ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.